മറ്റ് സ്വീകരിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛന് നമ്മളുടെ ഇപ്പോഴത്തെ ഈ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. പിതാവ് ഫ്ലാവിയോ പാച്ചെ എന്നാണ് വീട്ടുപേരും. ഇറ്റലിക്കാരനാണ്. മിലാൻ അതിരൂപതയുടെ അച്ഛനായിരുന്നു. ഇപ്പോൾ ആർച്ച് ബിഷപ്പാണ്. മിലാനിലെ അംബ്രോസിയൻ റീറ്റ്, ലത്തീൻ റീറ്റ് ആണ് ഇതിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള. പിതാവ് തന്നെ എപ്പോഴും സംസാരത്തിൽ പറയും, ഐ എം നോട്ട് റോമൻ ബട്ട് അംബ്രോസിയൻ. എൻ്റെ ഹിസ്റ്റോറിക്കൽ തിയോളജിക്കൽ ഡിസ്റ്റിങ്ഷൻ വെച്ച് പറയുന്നതാണ്. പിതാവ് വലിയൊരു പണ്ഡിതനാണ്. വർഷങ്ങളായിട്ട് പിതാവ് ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ ഓഫീസിൽ ശുശ്രൂഷയായിരുന്നു. നമ്മളുടെ സഭയുടെ കാര്യങ്ങളെല്ലാം പിതാവിന് നന്നായിട്ടറിയാം. ദീർഘമായ കാലഘട്ടം 10 വർഷത്തിൽ അധികം ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ ഡിക്കാസ്ട്രിയിൽ അവിടുത്തെ പ്രീഫെക്റ്റിനോട് ചേർന്ന് ഉള്ള ശുശ്രൂഷയിലായിരുന്നു. ഇപ്പോൾ എക്യുമെനിസത്തിൻ്റെ ഡിക്കാസ്ട്രിയിൽ ചർച്ച് യൂണിറ്റിയുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പായിട്ട് വലിയ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഇന്ത്യയിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നത്. 4 ദിവസങ്ങളായിട്ടുള്ളൊരു എക്യുമെനിക്കൽ മീറ്റിംഗാണ്. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും മാർത്തോമ സഭയുമായിട്ടുള്ള ഡയലോഗാണ്. ആദ്യ ദിവസം മാർത്തോമാക്കാരുമായിട്ടായിരുന്നു. 2ാം ദിവസം ഇന്നലെ ഓർത്തഡോക്സ് ബിഷപ്സും തിയോളജിയൻസുമായിട്ടായിരുന്നു. നാളെ യാക്കോബായ ബിഷപ്സും തിയോളജിയൻസും കത്തോലിക്ക സഭയിലെ അംഗങ്ങളും. റോമിൽ നിന്ന് കത്തോലിക്ക സഭയുടെ ക്രിസ്ത്യൻ യൂണിറ്റിയുടെ സഭൈക്യത്തിൻ്റെ വലിയ ഡിക്കാസ്ട്രിയുടെ ഏറ്റവും വലിയ ചുമതലക്കാരനായിട്ടാണ് ഫ്ലാവിയോ പാച്ചെ പിതാവ് നാട്ടിൽ ഈ സഭൈക്യ സംവാദങ്ങൾക്കും ആത്യന്തികമായിട്ട് സഭയുടെ ഐക്യത്തിനുമായിട്ട് എല്ലാം എത്തിയിരിക്കുന്നത്. അത് മാർപ്പാപ്പ നിയമിച്ച വലിയൊരു ഓഫീസാണ്. നമ്മുടെ സഭയുടെ വലിയ ഉത്തരവാദിത്വം. അതായത് കത്തോലിക്ക സഭയും മറ്റ് സഭകളുമായിട്ടുള്ള ഡിസ്കഷനാണ്. അതുകൊണ്ട് 3 ദിവസവും പിതാവും സെക്രട്ടറി ആയിട്ടുള്ള ആയസിൻ ഡെസ്റ്റിവിൽ പോപ്തി വലിയ പണ്ഡിതനാണ്, ഫ്രഞ്ചുകാരനാണ്, അനേക ഭാഷകൾ അറിയാം. എല്ലാ ഓറിയൻ്റൽ സഭകളുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഉണ്ട്. പിതാവാണ് പേപ്പർ എല്ലാം കളക്ട് ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതും ഒക്കെ. അപ്പം അങ്ങനെ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ പിതാവ് സെക്രട്ടറി. പിന്നെ ഞങ്ങൾ സുറമലബാർ സഭയിൽ നിന്ന് മൂലക്കാട്ട് പിതാവും ഞാനുമാണ്. ലത്തീൻ സഭയിൽ നിന്ന് പുനരുത്ത പിതാവാണ്. അവർ യാക്കോബായ സഭയുമായിട്ടും ഓർത്തഡോക്സുമായിട്ടും മാർത്തോമായുമായിട്ടുള്ള ദൈവശാസ്ത്രപരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഡയലോഗാണ്. അതിൻ്റെ 3 ദിവസം കഴിഞ്ഞു. നാളെ കൂടെ ആണ് ഔദ്യോഗികമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിതാവിനോട് പൊൻസാമയുടെ തുമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞ പിതാവിന് വലിയ സന്തോഷമായി. അതുപോലെ സെക്രട്ടറി മോൺസിഞ്ഞോർ അയാസിനും അദ്ദേഹത്തിന് ഇതെല്ലാം ചരിത്രപരമായിട്ടും എല്ലാം അറിയാം. രണ്ടുപേരും നമ്മുടെ സഭയെക്കുറിച്ച് ഏറ്റവും വിശദറിയാവുന്ന ആളാണ് ആർച്ച് ബിഷപ്പ് ഫ്ലാവിയോ പാച്ചെ. നമുക്ക് വലിയ സന്തോഷമാണ് ഇവിടെ വരാൻ സാധിച്ചതിൽ. പൊൻസാമയെക്കുറിച്ചും ഇവിടുത്തെ ക്രിസ്ത്യൻ ട്രഡീഷനെക്കുറിച്ചും കാലാപതയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം പിതാവിന് ആർച്ച് ബിഷപ്പ് ഫ്ലാവിയോ പാച്ചയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ അച്ഛന്മാർ പള്ളത്തച്ഛനെയും മൈക്കിൾ വട്ടപ്പുറത്തച്ഛനെയും ഒക്കെ അറിയാം. മൈക്കിൾ വട്ടപ്പുറം അച്ഛനിപ്പോൾ പിതാവിൻ്റെ തന്നെ മദർ ആർച്ച് ഡയസിസിലെ മിലാനിലെ പള്ളിയിലെ ശുശ്രൂഷയാണ്. ഇഞ്ചക്കുഴി അച്ഛനും അവിടുത്തെ ഒരു പള്ളിയിൽ ക്രിസ്ത്യനായിട്ട് ജോലിയാണ്. നമുക്ക് ആ ബന്ധങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഈ എക്യുമെനിക്കൽ സമ്മേളനങ്ങളുടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് അച്ഛനാണ്. വെഞ്ഞൽപ്പള്ളി പറമ്പിൽ ഭൗതിക പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു ദീർഘവർഷങ്ങൾ. ഇപ്പോൾ കോട്ടയം കൂടുതൽ പൂർണ്ണാക്കപ്പെട്ട വിയേരിയാണ്. ഈ മീറ്റിങ്ങുകളെല്ലാം സംഘടിപ്പിക്കുന്നത് അച്ഛനാണ്. എല്ലാ കൊല്ലവും ഡിസംബർ 9, 10, 11, 12 ഫിക്സഡ് ഡേറ്റാണ് എല്ലാ വർഷവും. മറ്റ് പ്രോഗ്രാംസ് എടുക്കാതെ നമുക്ക് മറ്റു വിജ്ഞാനങ്ങൾ പശ്ചാത്തലം.
പിതാവിൻ്റെ വന്നതിൽ പിതാവും സെക്രട്ടറിയും ഫിലിപ്പച്ചനും എല്ലാം കൂടെ ഉണ്ട്. നമുക്കത് വലിയ സന്തോഷമാണ്. പിതാവിനെ റിട്ടച്ചൻ സ്വാഗതം ചെയ്തു.